എല്ലാവർക്കും നമസ്കാരം. അയ്യോ ബ്ലോഗിലേക്ക് സ്വാഗതം. അത് നമ്മളിനി പോകാൻ പോകുന്നത് ഏറെക്കുണ്ട് വെള്ളച്ചാട്ടം കേട്ടോ. നമ്മൾ പാൽക്കായം തട്ടിൽ നിന്ന് ഇറങ്ങി ഇനി ഏറെക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. വണ്ടി ഓഫാക്കി കേട്ടോ, പെട്രോൾ സേവ് ചെയ്യാം. എല്ലാം ഇറക്കാം. ഏട്ടാ പൊക്കോട്ടെ, താങ്ക് യു. ഇത് കുടിയാമല. കുടിയാമലക്ക് നേരെ ഏറെക്കുണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തായല് കണ്ടില്ലേ, തായല് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം കേട്ടോ. ശരിക്കും നമ്മൾ നടന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഊപ്പാട് ഇളകും മോനെ. ഓ കുറേ നടക്കാനുണ്ട്, ഒരുപാട് നടക്കാനുണ്ടേ. 1.5 കിലോമീറ്റർ കണ്ടിട്ടുണ്ട്. ഓഫ് റോഡ് നമ്മൾ പോകും. ബുള്ളറ്റിന് മാത്രമല്ല, നമ്മളെ ജിക്സറിനും കഴിയും. ആ സെറ്റ് സ്ഥലേ. ഓ സ്ഥലം വിൽപ്പനക്ക്. ഇതാ ആയിരിക്കും വന്നിട്ട് വേണേ വാങ്ങിച്ചോട്ടാ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇനി ഇതിലെ അങ്ങ് നടന്നിട്ട് വേണം. ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, സേഫാണ്. നമ്മൾ ഡ്രസ്സ് മാറ്റാൻ പോകണം കേട്ടോ. ഡ്രസ്സ് മാറ്റാം, എന്നിട്ട് വള്ളത്തിലെല്ലാം ഇറങ്ങി കളിക്കുന്നുണ്ട്. പൊള്ളിക്കും. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം കേട്ടോ. ഫുള്ള് സ്റ്റെപ്പെല്ലാം ഇട്ട് അടിപൊളി കണ്ടീഷനാണ്. വഴിയൊക്കെ അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല. റിസ്ക് എടുത്തിട്ട് പോകേണ്ട പരിപാടിയൊന്നുമില്ല. സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റെപ്പ് കയറി പോവാം. ഇതാണ് സംഭവം കേട്ടോ. ഏറെക്കുണ്ട് എന്ന് പറയുന്നില്ലേ, അതാ ഇതാണ് സംഭവം. ഏറെക്കുണ്ട് വെള്ളച്ചാട്ടം, അടിപൊളി. നമുക്ക് ലൈഫ് ജാക്കറ്റ് എടുത്തിട്ട് അയ്യോ വെള്ളത്തിൽ ഇറങ്ങാല്ലേ. ഏട്ടാ ഇറങ്ങിക്കൂടെ? അപ്പോൾ നമ്മളെ ഗോപ്രോ വെള്ളത്തിൽ മുക്കാൻ പോകുന്ന കേട്ടോ. വീണ്ടും ഇവിടെ നല്ല ആയുണ്ട് കേട്ടോ. എത്ര? 15 അടി ആയുണ്ട്. എന്ന് വെച്ചാൽ ഒരു 2 ആളായിട്ട് അല്ലേ, 2-3 ആളായിട്ട്. ഒരു 3 ആളായിട്ട് അത്രേ ഉള്ളൂ. മറു റെഡി ആവുന്നില്ലേ ഒരു സംഭവം അടിപൊളിയല്ലേ, സെറ്റല്ലേ? കണ്ടില്ലേ കുളിക്കാനല്ലോ, അടിപൊളി. എല്ലാവരും കയറി കേട്ടോ. ഇനി ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ വെച്ചാൽ ഇതിൻ്റെ താഴത്ത് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. അവിടെയും കൂടി പോയിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്കൂട്ടാം. ഇവിടെ നമുക്ക് ഫുൾ സപ്പോർട്ട് തന്ന 2 ചേട്ടന്മാരാട്ടോ. പേര് പറയോ? സബാസ്റ്റ്യൻ. നിങ്ങളെ പീറ്റർ. ഒരു ഫുൾ സപ്പോർട്ട് കേട്ടോ. ഇതിപ്പോൾ ഡിസംബർ
ഡിസംബറിൽ ഇങ്ങനത്തെ കാഴ്ചയാണെങ്കിൽ ഒരു എന്താ പറയുക ജൂൺ ജൂലൈ ആ ഒരു സമയമെല്ലാം എന്തായിരിക്കും അല്ലേ, അടിപൊളി പോയിരിക്കും, സൂപ്പർ. അങ്ങനത്തെ ഒരു സമയം കൂടി വരണം ഒന്ന് ഇങ്ങോട്ടേക്ക് അല്ലേ. ആ നമുക്ക് 2 കാസർഗോഡ് സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. രണ്ടാളുണ്ട്, പേര് പറഞ്ഞു. ഹലോ ബാസിൽ. ബാസിൽ രണ്ടാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബർ ഇങ്ങനെ കൂടി കൂടി വരും. അതാണ് നമ്മൾ മാറ്റി എല്ലാം കുട്ടപ്പനായി, ഡ്രസ്സൊക്കെ മാറ്റി അല്ലേ. നമ്മൾ വണ്ടി മേലെ വെച്ചു, മേലെ വെക്കുന്നതാണ് നല്ല. ടോപ്പിൽ വണ്ടി എടുത്ത് വരികയാണെങ്കിൽ അവിടെ വെച്ച് ആകെ 100 മീറ്ററേ നടക്കണ്ടു. ഇവരൊക്കെ നടന്നിട്ട് പോകുന്നുണ്ട, അവിടെ താഴത്ത് വണ്ടി വെച്ചിട്ട് നടന്നിട്ട് വരുന്ന ടീംസാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വയനാട് ട്രക്കിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു സ്ഥലം ഇത്. കുറേ പാറക്കല്ലെല്ലാം ചവിട്ടി കയറി വെള്ളച്ചാട്ടത്തിലെത്തുന്നു, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കാൻ നോക്കിക്കോ. കാണിച്ചോ, കണ്ട അവിടെ കണ്ട കുറേ പാറക്കല്ലുകൾ ഇങ്ങനെ. കുറേ ഫാമിലീസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. ഏറെക്കൊണ്ട് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ കുറേ ഭാഗം ഫേമസ് ആയ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് കേട്ടോ കണ്ണൂർ. ഇവിടെയാണ് ഫാമിലിക്കുള്ള വെള്ളച്ചാട്ടം കേട്ടോ. ഇവിടെ ബാക്കിൽ കാണാം. ഇതിലേ ഇങ്ങനെ പോയിക്കൊണ്ട് അവിടെ ഇങ്ങനെ ഇറങ്ങാൻ പറ്റും. അവിടെയാണ് ഫാമിലിക്കുള്ള വെള്ളച്ചാട്ടം. അങ്ങോട്ട് കുറേ ആൾക്കാർ അവിടെ കുളിക്കുന്നുണ്ട്, അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട. അപ്പോളേ നമ്മളെ ഫാമിലി കണ്ടല്ലേ, ഇവിടെ വെറും ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ. മുകളിൽ ജെൻസ്, ഇവിടെ ഫാമിലി മാത്രമേ ഉള്ളൂ ഇവിടെ. സംഭവം അടിപൊളി കേട്ടോ. ഇനി ഇതിലേ പോകുമ്പോൾ ഒരു തൂക്കുപാലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടല്ലേ, കുറേ തൂക്കുപാലെല്ലാം നടന്ന് മതിയായി. എന്നാലും ഇവിടെ വന്നിട്ട് ആ തൂക്കുപാലം കൂടി കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ഷെയിമല്ലേ. എത്രയോ തൂക്കുപാലം കണ്ടിട്ടുണ്ട്, ഇതുപോലത്തെ ഒരു വെറൈറ്റി തൂക്കുപാലം ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നോക്കിക്കോളി, ഒരു വെറൈറ്റി സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഇതാ സംഭവം വീടിന് എങ്ങനെ നടക്കണം, എങ്ങനെ നടക്കണം പക്ഷാ പൊന്തിക്കാ തലടിക്കും. അല്ല അടിപൊളി അല്ലേ. സംഭവം ഇതൊരു തൂക്കുപാലം. ഈ തൂക്കുപാലത്തിൻ്റെ ഒരു ഇത് എന്ന് പറയേണ്ടത് ഫുള്ള് നല്ല കണ്ട ഒരു നടന്നിട്ട് വരുന്നുണ്ടോ നോക്കിയാ. കണ്ട തലയും കുണിച്ചിട്ട് വരണം അല്ലേ. ആ മുളക് ഇതിൻ്റെ പേരെന്താ പറയുക, ഈറ്റ വളഞ്ഞു പോകുന്നുണ്ട് അങ്ങോട്ടേക്ക്. കണക്കൊന്ന് വളച്ചൊടിച്ച് കെട്ടി വെച്ചതെന്ന് തോന്നുന്നു. കണ്ടല്ലേ സംഭവം, കണ്ടില്ല തൂക്കുപാലം കൂടി കണ്ടില്ലേ. നമുക്ക് ഇതിലേ പോയി കഴിഞ്ഞാൽ അങ്ങ് താഴെത്തും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫസ്റ്റ് നമ്മൾ വരുന്നതിക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നിട്ട് കയറി വരേണ്ടത് ഈ വഴിയാണ്. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ബൈക്ക് ഉണ്ടെങ്കിൽ മുകളിലേക്ക് ടോപ്പിൽ വന്നു കേട്ടോ. ടോപ്പിൽ വന്നിട്ട് ടോപ്പിൽ നിന്ന് കയറി വന്നാൽ യാതൊരു 100 മീറ്റർ നടക്കണ്ടു. അപ്പോളേ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ ഉണ്ടല്ലോ, നമ്മളെ ഏറെക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് വന്ന ഈ ചെറിയ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടൊരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നല്ല നല്ല വീഡിയോസ്, ഇതുപോലെ നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട.